പോരാട്ടം പ്രവചനങ്ങൾക്കപ്പുറത്തോ എന്നാണ് ചോദ്യം. പോരാട്ടം കടുക്കുമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. പതിവ് പോലെ ഞാൻ രണ്ട് സാധ്യതകൾ പറയാം. രണ്ട് രീതിയിൽ അതിനെ കാണണമെന്നാണ് എൻ്റെ അഭിപ്രായം. കാര്യം ഇതൊരു രാഷ്ട്രീയ പോരാട്ടം എന്ന നിലയിൽ കാണണം. PV അൻവർ ഇപ്പോൾ മത്സര രംഗത്തില്ല. ഇനി PV അൻവർ മത്സര രംഗത്ത് വന്നാൽ ആ രാഷ്ട്രീയ പോരാട്ടം എങ്ങനെയായിരിക്കും എന്നുള്ളത് നമ്മളൊന്ന് വിശകലനം ചെയ്യണം. രണ്ടാമത്, രാഷ്ട്രീയ പോരാട്ടത്തിനും അപ്പുറം മത, സമുദായ, ജാതി സമവാക്യങ്ങളാണ് നിലമ്പൂരിൽ ഇത്തവണ തിരഞ്ഞെടുപ്പിനെ നിശ്ചയിക്കാൻ പോകുന്നതെങ്കിൽ അതെങ്ങനെയായിരിക്കും പ്രതിഫലിക്കാൻ സാധ്യതയുള്ളത്? ഈ രണ്ട് കാര്യങ്ങളാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യത്തേത്, ഇതൊരു രാഷ്ട്രീയ പോരാട്ടമാകണമെന്നാണ് എൻ്റെ ആഗ്രഹം ഞാൻ പറയാം. കാരണം എങ്ങനെയാണോ സഖാവ് കുഞ്ഞാലി 1965-ലും 67-ലും അന്ന് ആര്യാടൻ മുഹമ്മദിനെ നേരിട്ടത്, സമാനമായ രീതിയിലുള്ളൊരു പോരാട്ടം നിലമ്പൂരുകാർ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം 19 വർഷത്തിനു ശേഷമാണ് ആ മണ്ഡലത്തിൽ പാർട്ടി ചിഹ്നത്തിൽ ഒരു സ്ഥാനാർത്ഥി മത്സരിക്കുന്നത്. അതിൻ്റെ ഉണർവ് M സ്വരാജ് വരുന്ന സമയത്ത് പൂർണ്ണമായിട്ട് നമ്മൾ കാണുന്നുണ്ട്. എവിടെയാണോ നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയായി ഇറങ്ങുന്നത്, ആ ഇറങ്ങുന്ന സമയം മുതൽ യാത്രാവേളയിൽ ഉടനീളം സ്വരാജിന് കിട്ടിയ സ്വീകരണം എന്ന് പറയുന്നത് പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കാൻ ഒരു CPM-ൻ്റെ സ്ഥാനാർത്ഥി, LDF സ്ഥാനാർത്ഥി അവിടെ എത്തുന്നു എന്നുള്ള സ്വീകരണമാണ്. ഇതിനു മുമ്പ് വളരെ കുറച്ച് തവണ മാത്രമാണ് പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കാൻ സാധിച്ചിട്ടുള്ളത്. 19 വർഷമായി പാർട്ടിയുടെ കാത്തിരിപ്പാണ്. അപ്പോൾ സംഘടനാപരമായൊരു ഉണർവ് പാർട്ടിക്കുണ്ടാകുന്നു. അപ്പോൾ ആദ്യഘട്ടത്തിൽ ഒരു രാഷ്ട്രീയ പോരാട്ടം നടക്കണം. മറുഭാഗത്ത് ആര്യാടൻ ഷൗക്കത്ത് മത്സരിക്കുന്നു, വളരെ പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥി. ആര്യാടൻ ഷൗക്കത്ത് വേഴ്സസ് സ്വരാജ് എന്നുള്ളത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കുഞ്ഞാലി വേഴ്സസ് ആര്യാടൻ മുഹമ്മദ് എന്ന ആ പഴയ രാഷ്ട്രീയ പോരാട്ടത്തിൻ്റെ ഒരു ഓർമ്മ നമുക്ക് നൽകും. അത് നൽകുകയാണെങ്കിൽ ആർക്കാണ് അഡ്വാൻറ്റേജ് എന്ന് പറയാം. നിലവിലത്തെ സാഹചര്യത്തിൽ PV അൻവർ മത്സരിക്കുന്നില്ല എന്ന് കരുതുക. ഇന്നത്തെ ദിവസം ഈ സമയമാണല്ലോ. അങ്ങനെയാണെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നത് ഇതൊരു പൊളിറ്റിക്കൽ ഫൈറ്റായിട്ട് മാറിയാൽ അതിൻ്റെ അഡ്വാൻറ്റേജ് ഇപ്പോൾ നിലവിലത്തെ സാഹചര്യത്തിൽ സ്വരാജിനുണ്ട് എന്നാണ്. ഈവൻ PV അൻവർ മത്സരിക്കാത്ത സാഹചര്യത്തിൽ പോലും. വൈ എന്ന് ഞാൻ വിശദീകരിക്കാം. ഒന്ന്, സംഘടനാ മെഷീനറിയിൽ 2006-ൽ എങ്ങനെയാണോ ശ്രീരാമകൃഷ്ണൻ മത്സരിച്ചത്, ആ സമയത്ത് കിട്ടിയ വോട്ട് 69,842 അത് 70,000 എന്ന കണക്ക് കൂട്ടുക. അതിൽ നിന്ന് തീർച്ചയായിട്ടും വോട്ടിംഗ് ശതമാനം കൂടിയിട്ടുണ്ട്, വോട്ടർമാരുടെ എണ്ണം കൂടിയിട്ടുണ്ട്. 2.25 ലക്ഷത്തോളം വോട്ടർമാരുണ്ട്. പുതിയ വോട്ടർമാരും അവിടെ കൂട്ടിച്ചേർക്കപ്പെട്ടിട്ടുണ്ട്. ഒരു 40% വോട്ടർമാർ നമ്മൾ അധികമായിട്ട് കണക്കിലാക്കിയാൽ പോലും അത് 73,000-74,000 വോട്ടുകൾ നിലവിൽ CPM-ന് ആ മണ്ഡലത്തിൽ, അതായത് കഴിഞ്ഞ തവണത്തെ പോളിംഗ് പെർസെൻറ്റേജ് നിലനിർത്തിയാൽ ബേസ് വോട്ടായിട്ട് നിലനിർത്താൻ സാധിക്കും. അതിൽ നിന്ന് ഒരു വോട്ട് പോലും സ്വരാജ് നിൽക്കുന്നത് കൊണ്ട് മാറാനുള്ള സാധ്യതയില്ല. കേഡർ വോട്ടുകൾ പൂർണ്ണമായിട്ടും അതിൽ വീഴും. അത് ഞാൻ പറയാനുള്ള കാരണം, സംഘടനയുടെ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നടന്ന പ്രവർത്തനങ്ങളിൽ പൊതുവെ പാസീവായിട്ടിരുന്ന വിവിധ ബഹുവർഗ സംഘടനകളിലെ പ്രവർത്തകർ പോലും ഇന്ന് വളരെ സജീവമായി സ്വരാജിന് വേണ്ടിയിട്ട് രംഗത്ത് വരുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത് ക്യാമ്പയിനിൽ നമ്മൾ കാണുന്ന ഒരു ആൾക്കൂട്ടം മാത്രമല്ല, സംഘടനാ മെഷീനറി അതിൻ്റെ എല്ലാ തട്ടുകളിലും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ആ വോട്ടുകൾ ഇൻടാക്റ്റ് ആയിട്ട് സ്വരാജിന് കിട്ടുന്നു എന്നുള്ളതാണ് അതിലൊരു അഡ്വാൻറ്റേജ് LDF-നുള്ളത്. നമ്പർ 1. നമ്പർ 2, ഇതൊരു രാഷ്ട്രീയ പോരാട്ടമായി മാറുമ്പോൾ സ്വാഭാവികമായും ആ മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾ ചർച്ചയാവും. ആ മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങളുടെ കാര്യത്തിൽ ഇന്ന് PV അൻവർ തന്നെ ഒരു ഗോൾ അടിച്ചിട്ടുണ്ട്. ആ സെൽഫ് ഗോൾ എന്താ? കവളപ്പാറയിലെ റീഹാബിലിറ്റേഷൻ ഈ സർക്കാർ അതിവേഗത്തിൽ പൂർത്തിയാക്കിയില്ലേ? ദാറ്റ്സ് ഡൺ സർ. അത് ഈ സർക്കാർ ചെയ്ത ഏറ്റവും വലിയ പോസിറ്റീവായിട്ടുള്ള കാര്യമായി അവിടെ പറയുകയാണ്. എല്ലാ മേഖലകളിലുമുള്ള ആളുകളെ നമ്മൾ പുനരധിവസിപ്പിച്ചിട്ടില്ലേ? ഇടതുപക്ഷ MLA എന്ന നിലയിൽ മാത്രമല്ല ചെയ്തത്, ഇടത് സർക്കാർ എന്ന നിലയിലാണ്. ഇന്ന് തോമസ് ഐസക്ക് ചില ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ടു കോട്ട് തോമസ് ഐസക്ക്, പ്രതിപക്ഷത്തോടുള്ള ചോദ്യമാണ്. വരും ദിവസങ്ങളിൽ നിലമ്പൂർ മണ്ഡലത്തിൽ ഉയരാൻ പോകുന്ന രാഷ്ട്രീയ ചോദ്യങ്ങളിലൊന്നും അവിടുത്തെ വികസനത്തിൻ്റെ വിഷയമാണ്. പ്രോഗ്രസ് റിപ്പോർട്ടുകളിലടക്കം കിഫ്ബി ആണല്ലോ പ്രതിപക്ഷം ഏറ്റവും കൂടുതൽ എതിർത്തത്. കിഫ്ബിയെ എതിർത്ത പ്രതിപക്ഷം, ആ പ്രതിപക്ഷത്തു നിന്നുള്ള ഒരാൾ ഈ മന്ത്രിയായാൽ എന്തായിരിക്കും ഈ മണ്ഡലത്തിൽ ചെയ്യുക? ഉദാഹരണമുണ്ട്. 2011 മുതൽ 2016 വരെ ആ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് ആര്യാടൻ മുഹമ്മദ് ഉമ്മൻചാണ്ടി സർക്കാരിലെ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന മന്ത്രിയാണ്. ആ കാലഘട്ടത്തിലെ വികസനവും 2016 ശേഷമുള്ള വികസനവും ഒന്ന് താരതമ്യം ചെയ്ത് നോക്കിയേ. ഞാൻ രണ്ട് എക്സാമ്പിൾ മാത്രം പറയാം. കിഫ്ബിയുടെ പേരിൽ, പ്രതിപക്ഷം എതിർക്കുന്ന കിഫ്ബിയുടെ പേരിൽ, ആര്യാടൻ ഷൗക്കത്ത് തന്നെ എതിർക്കുന്ന കിഫ്ബിയുടെ പേരിൽ ഇത്തവണ വോട്ട് LDF-ന് പോകാൻ സാധ്യതയുള്ള ഒരു ഘടകം, നിലമ്പൂരിൽ കിഫ്ബി വഴി നടക്കുന്ന ഒരു പദ്ധതി എന്ന് പറയുന്നത് അവിടുത്തെ ബൈപ്പാസ് ആണ്. ആ ബൈപ്പാസിന്റെ കാര്യം നമ്മൾ പറഞ്ഞല്ലോ. 227 കോടി രൂപയാണ് ബൈപ്പാസിന് വേണ്ടി ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത്. നമ്പർ 1. നമ്പർ 2, 131 കോടി രൂപയുടെ ചെലവിലാണ് പൂക്കാട്ടുപാടം കാളികാവ് കരുവാരക്കുണ്ട് റോഡ് ഇപ്പോൾ വികസിക്കുന്നത്. ആ റോഡിലൂടെ നടന്നു പോകുന്ന ആളുകൾക്ക് കിഫ്ബിയുടെ പേരിൽ ഈ സർക്കാരിന് വോട്ട് കൊടുക്കാതിരിക്കാൻ പറ്റുമോ? ദാറ്റ്സ് നമ്പർ 2. നമ്പർ 3, 115 കോടി ചെലവിലാണ് പൂക്കോട്ടുപാടം മുണ്ടേരി റോഡ് വികസിക്കുന്നത്. കിഫ്ബിയുടെ പേരിൽ ആ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഡൺ, ഹാപ്പനിങ് ആണ്. അതായത് പ്രതിപക്ഷം എതിർക്കുന്ന ആ കിഫ്ബിയുടെ പണം ഉപയോഗിച്ച് അവിടുത്തെ പ്രധാനപ്പെട്ട റോഡുകൾ വികസിക്കുന്ന കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത്. പൂക്കോട്ടുപാടം മൂലേപ്പാടം റോഡിന് 101 കോടി, 3 റോഡിന് 307 കോടി.
കിഫ്ബി ഇല്ലായിരുന്നെങ്കിൽ ഈ പദ്ധതി എങ്ങനെ വരും സാർ? നിങ്ങൾ എവിടെ നിന്ന് ഫണ്ട് കണ്ടെത്തുമായിരുന്നു? അങ്ങനെ കണ്ടെത്തി ഏതെങ്കിലും ഒരു തെളിവ് 2011-16 കാലഘട്ടത്തിൽ ആര്യാടൻ മുഹമ്മദിനും UDF-നും സമർപ്പിക്കാനുണ്ടോ? എത്ര വർഷമാണ് ഭരിച്ചത്? 34 വർഷം ആ മണ്ഡലത്തിലെ MLA ആയിരുന്നില്ലേ ആര്യാടൻ മുഹമ്മദ്? എവിടെ ബൈപ്പാസ് കൊണ്ടുവന്നു? എവിടെ ഈ റോഡുകൾ കൊണ്ടുവന്നു? ചോദ്യമല്ലേ ഇത്? രാഷ്ട്രീയമായിട്ട് ഉയർത്തപ്പെടാൻ പോകുന്ന വികസന ചോദ്യങ്ങളാണ്. ആ ചോദ്യത്തിന് മറുപടി പ്രതിപക്ഷം പറയേണ്ടി വരും. ഇനി മിനി സ്റ്റേഡിയത്തിന് 18.3 കോടി എവിടെ നിന്നാണ് വന്നത്? അവിടുത്തെ കിഫ്ബി വഴി നടക്കുന്ന പ്രോജക്റ്റ് അല്ലേ? 7 സ്കൂളുകളുടെ നവീകരണത്തിന് 5.79 കോടി. മൂത്തേടം, വഴിക്കടവ് ഗ്രാമപഞ്ചായത്തുകളിൽ ആധുനിക ശ്മശാനങ്ങൾക്ക് 3.76 കോടി. നിലമ്പൂർ കോളേജിന് അടിസ്ഥാന സൗകര്യ വികസനത്തിന് 1.25 കോടി തുടങ്ങി കിഫ്ബിയുടെ വിവിധ പദ്ധതികൾ ആ മണ്ഡലത്തിൻ്റെ അടയാളമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇത് രാഷ്ട്രീയ വിഷയമായി വരികയാണെങ്കിൽ സ്വാഭാവികമായും പ്രതിപക്ഷത്തിന് മറുപടി പറയേണ്ടി വരും. എന്തുകൊണ്ട് നിങ്ങൾ കിഫ്ബി എതിർത്തു? നിങ്ങൾക്ക് മറ്റു പദ്ധതികൾ ഉണ്ടായിരുന്നോ? 34 വർഷം MLA ആയിരുന്ന ആര്യാടൻ മുഹമ്മദ് ഈ മണ്ഡലത്തിൽ ചെയ്ത കാര്യങ്ങൾ എന്താണ്? ഒന്നും എടുത്തു പറയാൻ കഴിയില്ല. PV അൻവർ തന്നെ അത് ഉദാഹരണമായിട്ട് പറയുന്നു. ഈ സർക്കാർ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. അപ്പോൾ 2 പ്രധാനപ്പെട്ട ഫാക്ടറുകൾ രാഷ്ട്രീയമായി അനുകൂലമാവുന്നു. മൂന്നാമത്തത് പോത്തുകല്ല് പഞ്ചായത്ത്. ഒരു സ്വദേശി തന്നെ മത്സരിക്കുന്നു എന്നുള്ളത്, അത് ആ പഞ്ചായത്തിൽ നിന്ന് തന്നെയുള്ള അംഗം മത്സരിക്കുന്നു എന്നുള്ളത് വലിയ ക്രെഡിറ്റാണ്. പോത്തുകല്ലിലാണ് VS ജോയിയുടെ വീടും. പക്ഷേ VS ജോയി മത്സരിക്കുന്നില്ല. പകരം അവിടെ നിന്ന് പോത്തുകല്ല് പഞ്ചായത്തിൽ നിന്ന് മത്സരിക്കുന്നത് ആരാണ്? സ്വരാജാണ്. സ്വന്തം മണ്ഡലത്തിലെ ഒരു പഞ്ചായത്തിൽ നിന്ന്, അതും LDF-ന് കൂടുതൽ പ്രാധാന്യമുള്ള പഞ്ചായത്താണ്. അവിടെയുള്ള 17 വാർഡുകളിൽ 9 വാർഡുകളും LDF-ൻ്റെതാണ്. 8700-ലധികം വോട്ടുകൾ. UDF-നേക്കാൾ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 500-ലധികം വോട്ടുകൾ പോത്തുകല്ലിൽ കിട്ടിയതും LDF-നാണ്. അപ്പോൾ പോത്തുകല്ല് പഞ്ചായത്തിൽ നിന്ന് തന്നെയുള്ള ഇടക്കര ഏരിയ കമ്മിറ്റിയിൽ പ്രവർത്തിച്ചു തുടങ്ങി മാർത്തോമ കോളേജിൽ നിന്ന് കൂടുതൽ വ്യക്തമായ രാഷ്ട്രീയത്തിലേക്ക് SFIയിലൂടെ വളർന്ന് പാലയമാടിലൂടെ മാർത്തോമ കോളേജിലൂടെ വന്നൊരു സ്ഥാനാർത്ഥി മത്സരിക്കാൻ വരുമ്പോൾ സ്വാഭാവികമായും ആ മണ്ഡലത്തിലൊരു സ്ട്രാറ്റജിക് അഡ്വാൻറ്റേജ് സ്വാഭാവികമായും സ്വരാജിന് കിട്ടുന്നു എന്നുള്ളതാണ്. അത് പുറത്തുനിന്ന് വരുന്ന ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയേക്കാൾ ആ ആനുകൂല്യം സ്വരാജിന് ലഭിക്കുന്നു എന്നുള്ളതാണ്. ഇനി ഇതല്ല, ഒരു രാഷ്ട്രീയ പോരാട്ടമല്ല അവിടെ നടക്കുന്നത് എന്നിരിക്കട്ടെ, അതിലൊരു മതസമുദായ ജാതി സമവാക്യങ്ങളാണ് അവിടെ പ്രവർത്തിക്കുന്നതെങ്കിലോ കുറച്ചുകൂടി സങ്കീർണമാണെന്നാണ് എൻ്റെ വിശ്വാസം. അവിടെ PV അൻവർ കൂടി മത്സരരംഗത്തേക്ക് വന്നാൽ അത് തീർച്ചയായിട്ടും കടുത്ത പോരാട്ടമായി തീരും. അവിടെ ഒരു അഡ്വാൻറ്റേജ് ഈ ഘട്ടത്തിൽ നമുക്ക് പ്രവചിക്കാൻ കഴിയില്ല. കാരണം അവിടെ വളരെ സങ്കീർണമായ രീതിയിൽ ചില പോളറൈസേഷൻസ് നടക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇന്ന് എടുത്ത് നോക്കുകയായിരുന്നു ഒരു ജമാഅത്തെ അനുഭാവിയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്. ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യം പൂഞ്ഞാറിൽ സംഭവിച്ചത് ഇവിടെ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന് ഉപമിക്കുകയാണ് ചെയ്യുന്നത്. എങ്ങനെയാണോ PC ജോർജ് 2016 ജയിച്ചത്, സമാനമായൊരു സാഹചര്യം ഇവിടെ ഒരുങ്ങുന്നുണ്ടോ എന്ന് സംശയിക്കുന്നുണ്ട്. ജമാഅത്തയുടെ പ്രൊഫൈലുകളിൽ പല ആളുകളിലും ഈ PV അൻവറിൻ്റെ സാന്നിധ്യം അവിടെ വലിയൊരു രീതിയിൽ ആഘോഷിക്കപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് 3 പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഇതിൽ നമ്മൾ പറയണം. ഒന്ന്, ഇതേ സ്വരാജിനെതിരെ തൃപ്പൂണിത്തുറയിൽ 2021 ഒരു മാറ്റമുണ്ട്. എന്തായിരുന്നു 2021 മാറ്റം? നമുക്കറിയാമല്ലോ. 2016 തൃപ്പൂണിത്തുറയിൽ സ്വരാജ് മത്സരിക്കാൻ വരുമ്പോൾ അന്ന് തുറവൂർ വിശ്വംഭരനാണ് BJPയുടെ സ്ഥാനാർത്ഥിയായിട്ടുണ്ടായിരുന്നത്. തുറവൂർ വിശ്വംഭരന് കിട്ടിയ വോട്ടിനേക്കാൾ ഏകദേശം 6000 വോട്ട് കുറവായിരുന്നു KS രാധാകൃഷ്ണൻ എന്ന് പറയുന്ന സ്ഥാനാർത്ഥി 2021 മത്സരിക്കുമ്പോൾ വരുന്നത്. ആ 6000 വോട്ട് എങ്ങോട്ട് പോയി? ആ 6000 വോട്ട് എങ്ങോട്ട് പോയി എന്നതിൻ്റെ ഉത്തരമാണ് 992 വോട്ടിന് സ്വരാജ് അവിടെ പരാജയപ്പെടുന്നത്. 4400 വോട്ടുകൾക്ക് ആ മണ്ഡലത്തിൽ വിജയിച്ച് ആ മണ്ഡലത്തിലെ ആദ്യത്തെ വാഗ്ദാനം 6 മാസത്തിനുള്ളിൽ നടപ്പിലാക്കിയ ആളാണ് സ്വരാജ്. എന്തായിരുന്നു വാഗ്ദാനം എന്നറിയോ? ഞാനിപ്പോൾ ഓർമ്മിക്കുന്നുണ്ട്. 2016 അവിടെ തൃപ്പൂണിത്തുറയിൽ മിനി ബൈപ്പാസിൻ്റെ അവിടെ മിനി ടോളുകൾ ഉണ്ടായിരുന്നു. ആ ടോളുകൾ നിർത്തലാക്കും എന്നുള്ളതായിരുന്നു ഒരു പ്രധാനപ്പെട്ട വാഗ്ദാനം എന്ന് പറയുന്നത്. 3 ടോളുകൾ സത്യപ്രതിജ്ഞ ചെയ്ത് ആദ്യത്തെ 6 മാസത്തിനുള്ളിൽ സുധാകരൻ ഇടപെട്ട് ആ ടോളുകൾ നിർത്തലാക്കി. പക്ഷേ ആ മണ്ഡലത്തിൽ തൃപ്പൂണിത്തുറയിൽ സ്വരാജിനെ പരാജയപ്പെടുത്തിയ ഏറ്റവും വലിയ ഘടകം എന്ന് പറയുന്നത് ഈ വോട്ട് ഷിഫ്റ്റിംഗ് ആണെന്ന് ഞാൻ പറയാം. ഞാനത് കണക്ക് പറഞ്ഞത് 6000 വോട്ട് എങ്ങോട്ട് പോയി? ഒരു നിമിഷം, സ്വരാജ് മാത്രം തോക്കാനുള്ള കാര്യമായി പറയുന്നത്. സ്വരാജ് തോക്കാനുള്ള കാരണം എന്താ? അവിടെ ആ മണ്ഡലത്തിന് പ്രത്യേകത അറിയാമല്ലോ. ആ മണ്ഡലത്തിൽ കഴിഞ്ഞ 25 വർഷമായിട്ട് നിന്നയാളാണ് K ബാബു. ആ K ബാബുവിനെ 2016 പരാജയപ്പെടുത്തുമ്പോൾ അന്ന് സ്വരാജിനുണ്ടായിരുന്നതിനേക്കാൾ വലിയ ജനപ്രീതി ആ മണ്ഡലത്തിലുണ്ട്. പക്ഷേ പ്രശ്നം എന്താ? അവിടെ അയ്യപ്പനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളൊരു വിവാദത്തെ വലിയ വർഗീയ കാർഡ് ഇറക്കി ചിത്രീകരിക്കുന്ന ഒരു പ്രചരണം ആ മണ്ഡലത്തിലുണ്ടായിരുന്നു. വോട്ടേഴ്സ് സ്ലിപ്പിലടക്കം ഭഗവാന്റെ പടം അടിച്ചിറക്കുന്നത് സുപ്രീം കോടതി കേസ് പോയതല്ലേ? ഉണ്ടായിരുന്നു ആ കേസ് തള്ളി. പക്ഷേ അതിൻ്റെ കാര്യം ഏതെങ്കിലും തരത്തിൽ അവിടെ വർഗീയ പ്രചരണം നടന്നില്ല എന്നല്ല, ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നതേയില്ല.
എനിക്കറിയാം, നമുക്ക് എല്ലാവർക്കും അറിയാം. അവിടെ ആ പ്രചരണം നടന്നിട്ടുണ്ട്, അവിടെ ആ ഫാക്ടർ അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ പറയൂ, 2016 തുറവൂർ വിശ്വംഭരന് കിട്ടി 6000 വോട്ട് 2021 എത്തിയപ്പോൾ കുറയാനുള്ള കാരണം എന്താ? 6000 വോട്ടിന്റെ കുറവ് 23,000 മാറുക, വോട്ട് ഷിഫ്റ്റ് ചെയ്യുക. ആ വോട്ട് എങ്ങോട്ട് പോയി? ആ വോട്ടാണ് കെ ബാബുവിന് ഷിഫ്റ്റ് ചെയ്തിരിക്കുന്നത്. അത്ര വോട്ടെങ്കിലും ഒരു പുതിയ MLA രണ്ടു ഭാഗത്തെ വിയോജിപ്പുകൾ എടുക്കാൻ ഞാനിത് പറഞ്ഞു തീർക്കട്ടെ. ഇത് 2025 നിലമ്പൂരിൽ ആവർത്തിക്കുമോ എന്നുള്ളതാണ് ചോദ്യം. ഇപ്പോൾ BJP സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടില്ല. നാളെ BJP ഒരു പ്രാദേശിക സമ്മർദ്ദത്തെ തുടർന്ന് ഒരു നേതാവിനെ പേരിൽ നിർത്താനുള്ള സാധ്യതയുണ്ട്. അവിടെ 12,000 വോട്ട് വരെ നേടിയിട്ടുണ്ട് BDS. ആ വോട്ടുകൾ എങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും എന്നുള്ളത് 2021 തൃപ്പൂണിത്തുറയിൽ സംഭവിച്ചതുപോലെ ഒരു ഇഫക്റ്റ് നിലമ്പൂരിൽ ഉണ്ടാകുമോ? അതൊരു പൊളിറ്റിക്കൽ ക്വസ്റ്റ്യൻ ആണ്. അത് സമുദായ വോട്ടുകളും എങ്ങനെയാണ് മറ്റു സമവാക്യങ്ങളോടെ വർക്ക് ചെയ്തു എന്നുള്ളത്. 2 ക്രിസ്ത്യൻ വോട്ട് നിർണായകമാണ്. ക്രിസ്ത്യൻ വോട്ട് മാനന്തവാടി താമരശ്ശേരി രൂപതയുടെ പരിധിയിൽ വരുന്ന ക്രിസ്ത്യൻ വോട്ടുകളിൽ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് എൻ ബ്ലോക്കായി ഷൗക്കത്തിന് പോകാൻ സാധ്യതയില്ല. ആ വോട്ടുകൾ എന്ന് പറയുന്നത് ക്രിസ്ത്യൻ വോട്ടുകൾ, കോൺഗ്രസ് വോട്ടുകളാണ്. പക്ഷേ ആ വോട്ടിലൊരു വലിയ വിള്ളൽ PV അൻവർ മത്സരിക്കുന്ന സാഹചര്യത്തിൽ ഉണ്ടാകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം എന്താ? പല കാരണങ്ങളുണ്ട്. അതിൽ ഒരു ഒറ്റ കാരണം ഞാൻ പറയാം. മരുത എന്ന് പറയുന്നൊരു പള്ളിയുണ്ട്, താങ്കൾക്കറിയാമായിരിക്കുമല്ലോ. അവിടെ പള്ളിയിലെ ശ്മശാനവുമായി ബന്ധപ്പെട്ടൊരു വിഷയത്തിൽ ആര്യാടൻ ഷൗക്കത്ത് പ്രതിരോധത്തിലാണ്. അവിടെ ആ പള്ളിയിൽ അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല ആര്യാടൻ ഷൗക്കത്തിന്. ഇതടക്കം ആ മണ്ഡലത്തിൽ ചർച്ച ചെയ്യപ്പെട്ടിരിക്കുന്ന വിഷയങ്ങൾ പലതാണ്. PV അൻവർ മാർത്തോമ ചുങ്കത്തറയിലുള്ള മാർത്തോമ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന സഹായം ചെറുതാണോ? അതേപോലെ മാനന്തവാടി കാര്യങ്ങൾ പറയുന്നു. അപ്പോൾ ക്രിസ്ത്യൻ സമുദായത്തോട് ചേർന്ന് നിൽക്കുന്ന ഏറ്റവും വലിയ സ്ഥാനാർത്ഥി അല്ലെങ്കിൽ അവർക്ക് താല്പര്യം ആര്യാടൻ ഷൗക്കത്തിനേക്കാൾ PV അൻവറിനാണ്. പക്ഷേ ശരിയാണ്, കോൺഗ്രസിന്റെ ബേസ് വോട്ടുകളുണ്ട്. 5 പഞ്ചായത്തുകൾ മലയോര മേഖലയിൽ ചേർന്ന് കിടക്കുന്നു. അവിടെയും കുടിയേറ്റ കർഷകരുണ്ട്. അതുകൊണ്ട് ഞാനിപ്പോഴും വിശ്വസിക്കുന്നത് PV അൻവർ അങ്ങനെ മത്സരിക്കുകയും ജാതിമത സമുദായ അടിസ്ഥാനത്തിലുള്ള താല്പര്യങ്ങൾ ആ മണ്ഡലത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ റിഫ്ലക്ട് ചെയ്യുകയും ചെയ്താൽ വയനാടൻസ് എന്ന് പറയുന്ന കുടുംബത്തിന്റെ ഭാഗത്ത് നിന്ന് കിട്ടുന്ന 2,000-2,500 വോട്ടുകൾ, അതേപോലെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ജമാഅത്തയുടെ ഭാഗത്ത് നിന്ന് കിട്ടാൻ പോകുന്ന 2,000-ഓളം വോട്ടുകൾ, SDP സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടുണ്ടെങ്കിലും പിൻവലിച്ചാൽ അവരുടെ ഭാഗത്ത് നിന്ന് പോകാൻ പോകുന്ന 3,000-ഓളം വോട്ടുകൾ ഇപ്പൊ നിലവിലുള്ള സാഹചര്യത്തിൽ ട്രെൻഡ് സൂചിപ്പിക്കുന്നതാണ്. കാര്യം എന്താ? ഹമാസിന്റെ പലസ്തീൻ അടക്കമുള്ള വിഷയങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ പറയുന്നു സ്വരാജാണ്. പക്ഷേ കാര്യമുണ്ട്, ഈ വിഷയത്തിൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിവരം അനുസരിച്ച് 2ഇടത്തേക്കും അത് ചായുന്നു എന്നാണ്, സ്പ്ലിറ്റ് ആയിട്ട് പോകുന്നു എന്നുള്ളതാണ്. എൻ ബ്ലോക്ക് ആയിട്ട് ഒരിടത്തേക്ക് പോവില്ല, അതായത് കോൺഗ്രസിലേക്ക് പോവില്ല എന്നുള്ളതാണ്. PV അൻവറിന് അനുകൂലമായിട്ട് വരുമെന്ന് ഞാൻ പറഞ്ഞു. ആര്യാടൻ ഷൗക്കത്തിന് അനുകൂലമാകില്ല. നിലവിൽ നിങ്ങൾ നോക്കൂ, ഞാനതാ പറഞ്ഞത്, ആ സോഷ്യൽ മീഡിയ പ്രൊഫൈലുകളിൽ നിങ്ങൾ ജമാഅത്തെ അനുകൂലികളുടെ പ്രൊഫൈലുകൾ നിങ്ങൾ എടുത്തു നോക്കിയാൽ മതി. അവിടെ എങ്ങനെയാണ് PV അൻവറിനെ വെൽക്കം ചെയ്തിരിക്കുന്നത് കാണാം. മറുഭാഗത്തുണ്ട്, സ്വരാജിന്റെ ഭാഗത്തുണ്ട്. കാര്യം ഈ പലസ്തീൻ വിഷയം അവിടെ നിൽക്കുന്നുണ്ട്. അത് എൻ ബ്ലോക്ക് ആയിട്ട് കോൺഗ്രസിലേക്ക് പോവില്ല ഞാൻ പറഞ്ഞത്. അത് PV അൻവറിന് കൂടി ഗുണം ചെയ്യുന്ന രീതിയിലേക്ക് മാറും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ വോട്ടുകളെല്ലാം കൂടി SDP പിൻവലിക്കുമെന്ന് നമുക്ക് നിശ്ചയമില്ല. നിലവിൽ SDP അവിടെ സ്ഥാനാർത്ഥിയാക്കിയിട്ടുണ്ട്. SDP കൂടി പിൻവലിക്കുകയാണെങ്കിൽ വരുന്ന 3,000-ഓളം വോട്ടുകൾ, 4,000 വോട്ടുകളാണ് കഴിഞ്ഞ തവണ നേടിയത്. കഴിഞ്ഞ തവണ 3,000-ഓളം വോട്ടുകളായിട്ട് ചുരുങ്ങി. 3,000-3,000-ഓളം വോട്ടുകൾ. ഈ വോട്ടുകളെല്ലാം കൂടെ കൂട്ടിയാൽ ഒരു 7,000-8,000 വോട്ടുകളുണ്ടാവും. കൂടാതെയാണ് ഈ ക്രിസ്ത്യൻ വോട്ടുകൾ ഒരു വലിയ ബേസിൽ PV അൻവറിലേക്ക് മാറിയാൽ 15,000-ന് മുകളിലേക്ക് PV അൻവർ വോട്ട് നേടാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വന്നാൽ ഡെഫിനറ്റ്ലി അവിടെയും ഒരു വലിയ ടൈറ്റ് കോമ്പറ്റീഷൻ വരികയും അവിടെയും അഡ്വാൻറ്റേജ് LDF ആയി മാറുകയും ചെയ്തൊരു സാഹചര്യം ഉണ്ടാവും എന്നാണ് എൻ്റെ വിലയിരുത്തൽ. കാര്യം LDFിൻ്റെ വോട്ടുകൾ വളരെ ഇൻടാക്റ്റ് ആണ്, ഈ ക്രിസ്ത്യൻ വോട്ടുകൾ വളരെ നിർണായകമാണ്. അപ്പം ഈ സാഹചര്യങ്ങൾ, ഇക്വേഷൻ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നതിനെ അടിസ്ഥാനമാക്കിയായിരിക്കും ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിലെ പോരാട്ടത്തിൻ്റെ ഒരു ഫലസാധ്യതയായിട്ട് മനസ്സിലാക്കുന്നത്. അപ്പോൾ 2 സാധ്യതകളാണ് ഞാൻ കാണുന്നത്. PV അൻവർ മത്സരിക്കാതിരിക്കുന്ന സാഹചര്യത്തിലുള്ള ഒരു രാഷ്ട്രീയ പോരാട്ടവും PV അൻവർ മത്സരിക്കാൻ വരുന്ന സമയത്ത് ആ മണ്ഡലത്തിലെ രാഷ്ട്രീയ പോരാട്ടത്തോടൊപ്പം തന്നെ മത, സാമുദായിക, ജാതി സമവാക്യങ്ങൾ കൂടി ഈ രാഷ്ട്രീയത്തിൽ എങ്ങനെയാണ്, ഈ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് പ്രതിഫലിക്കുന്നത് എന്നതുകൂടി മനസ്സിലാക്കിയാൽ മാത്രമേ നിലമ്പൂർ മണ്ഡലത്തിൻ്റെ ഒരു ഫലസാധ്യതയെക്കുറിച്ച് എന്തെങ്കിലും സൂചനകൾ നമുക്ക് നൽകാൻ സാധിക്കൂ. പക്ഷേ PV അൻവർ മത്സരിക്കുകയാണെങ്കിൽ, ഇതേ ഫാക്ടറുകൾ ഈ രീതിയിൽ വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു ജനകീയനായി ഞാൻ ഇന്ന് ഇപ്പോഴും മനസ്സിലാക്കുന്നത് ഇന്നത്തെ PV അൻവറിൻ്റെ പത്രസമ്മേളനം എന്ന് പറയുന്നത് താൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു, ജനകീയനായി മത്സരിക്കാൻ പോകുന്നു എന്നുള്ളതിൻ്റെ വൈകാരികമായിട്ടുള്ള പ്രകടനമായിരുന്നു അത് എന്നാണ് ഞാൻ അതിൽ നിന്ന് വായിച്ചെടുക്കുന്നത്. ഒരു പക്ഷേ നാളെ വരുന്ന ദിവസങ്ങളിൽ PV അൻവർ ജനകീയനായ സ്ഥാനാർത്ഥിയായിട്ട് വന്നേക്കാം. PV അൻവറിന് മത്സരിക്കാനുള്ള, കെട്ടിവയ്ക്കാനുള്ള പണം പോലും ഈ സമൂഹത്തിൽ ഏറ്റവും താഴ്ന്ന നിലയിൽ ജീവിക്കുന്ന ഒരു തൊഴിലാളിയുടെ കയ്യിൽ നിന്ന് വീട് വിറ്റ പണം കൊണ്ട്, ഓട്ടോറിക്ഷ വിറ്റ പണം കൊണ്ട്, ചുമടെടുക്കുന്ന പണം കൊണ്ട് ഒരാൾ, അല്ലെങ്കിൽ ഈ പറയുന്ന മലയോര മേഖലയിലെ ഏതെങ്കിലും ഒരു കർഷകൻ ആ പണം കൊടുക്കാം. ആ പണം കൊടുത്ത് വളരെ വൈകാരികമായി PV അൻവർ തന്നെ ഒരു ജനകീയനായ സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഒരുപക്ഷെ അവതരിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വന്നാൽ അത് മറ്റ് സമവാക്യങ്ങളിൽ കൂടി പോകുമെന്നാണ് എൻ്റെ പക്ഷം. അതാണ് എൻ്റെ ഈ വിഷയത്തിലുള്ള കണക്കുകൂട്ടൽ. പോരാട്ടം പ്രവചനങ്ങൾക്കപ്പുറത്ത് തന്നെയാണ് ഈ സാഹചര്യത്തിലും. Meet the editors.